പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ റഷീദ് ഓടക്കൽ. വീണ്ടും കണ്ടതിൽ സന്തോഷം. 10ാം ക്ലാസ് ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ആദ്യ ക്ലാസ് കഴിഞ്ഞ തവണ കേട്ടിരുന്നല്ലോ. ഇന്ന് നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗം ചർച്ച ചെയ്യുകയാണ്. അറിയാനും പ്രതികരിക്കാനും, സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാം ധാരണ നേടി എന്നൊന്ന് ആദ്യം പരിശോധിക്കാം. വിവിധതരം ഉദ്ദീപനങ്ങൾ, അതായത് സ്റ്റിമുലൈ മൂലം ഉണ്ടാകുന്ന ആവയങ്ങൾ, ഇമ്പൾസസ്, അതുവഴി ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും കോർഡിനേറ്റ് ചെയ്യുന്ന നാഡീവ്യവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. തലച്ചോറ്, ബ്രെയിൻ, സുഷുമ്ന, സ്പൈനൽ കോഡ്, ഇവയിൽ നിന്നും പുറപ്പെടുന്ന നെർവ്സ്, നാഡികൾ നാഡി സിസ്റ്റത്തിന്റെ ഭാഗമാണെന്നും നാഡികോശത്തിന്റെ അടിസ്ഥാന യൂണിറ്റുകൾ നാഡികോശങ്ങൾ അഥവാ ന്യൂറോണുകളാണെന്നും നമ്മൾ മനസ്സിലാക്കി. ന്യൂറോണിന് കോശശരീരം അഥവാ സെൽ ബോഡി ഒരു സൈറ്റോൺ എന്ന ന്യൂക്ലിയസോട് കൂടിയ ഭാഗവും അതിൽ നിന്ന് പുറപ്പെടുന്ന ഡെൻഡ്രോണുകളും ആക്സോണും സിനാപ്റ്റിക് നോബുകളുണ്ട്. ചില ന്യൂറോണുകളുടെ ആക്സോണിനെ പൊതിഞ്ഞ് ഷ്വാൻ കോശങ്ങളാൽ വലയം ചെയ്ത് കാണുന്ന മൈലിൻ ഷീത്ത് ഉണ്ട്. കൂടാതെ ഉദ്ദീപനങ്ങൾ വഴി ഉണ്ടാകുന്ന ആവയങ്ങൾ എങ്ങനെയാണ് ന്യൂറോണുകൾക്കിടയിലെ സിനാപ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നാഡീവ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്കറിയാവുന്നതുപോലെ നാഡീവ്യവസ്ഥയിൽ നാഡികളാണുള്ളത്. തലച്ചോറും സുഷുമ്നയും ഒക്കെ നാഡികൾ തന്നെയാണ്. പെരിഫറൽ നാഡികളും നാഡികളാണ്. എല്ലാത്തിലും വിവിധ തരം ന്യൂറോണുകളാണുള്ളത്. ആവയങ്ങളുടെ ദിശയനുസരിച്ച് ന്യൂറോണുകളെ രണ്ടായി തിരിക്കാം. തലച്ചോറിലേക്കും സുഷുമ്നയിലേക്കും ഇമ്പൾസ് വഹിക്കുന്ന സെൻസറി ന്യൂറോണുകൾ അഥവാ സംവേദ ന്യൂറോണുകൾ, തലച്ചോറിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവയങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വഹിക്കുന്ന മോട്ടോർ ന്യൂറോൺ അഥവാ പ്രേരക ന്യൂറോണുകൾ എന്നിവയാണ് രണ്ടു തരം ന്യൂറോണുകൾ. ന്യൂറോണുകളുടെ ആക്സോണുകൾ അഥവാ നെർവ് ഫൈബേഴ്സ് കൂട്ടമായി ഒരു കണക്റ്റീവ് ടിഷ്യൂവിനകത്ത് അല്ലെങ്കിൽ യോജകലക്കകത്ത് കാണുന്നതാണ് ഒരു നാഡി. എത്ര തരം നാഡികളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ സ്ക്രീനിൽ നോക്കൂ, 3 തരം നാഡികൾ കാണാം. സംവേദ ന്യൂറോണുകൾ മാത്രമടങ്ങിയ സെൻസറി നെർവ്സ് അല്ലെങ്കിൽ സംവേദ നാഡി, അവ ആവയങ്ങളെ സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും വഹിക്കുന്നു. പ്രേരക നാഡീകോശങ്ങൾ മാത്രം അടങ്ങിയ മോട്ടോർ നെർവ് അല്ലെങ്കിൽ പ്രേരക നാഡി, അത് ആവയങ്ങളെ ശരീരഭാഗങ്ങളിലേക്ക് വഹിക്കുന്നു. ഇവ രണ്ടുമുള്ള, അതായത് സംവേദ പ്രേരക നാഡീകോശങ്ങൾ, സെൻസറി മോട്ടോർ ന്യൂറോൺസ് അടങ്ങിയ സമ്മിശ്ര നാഡി അഥവാ മിക്സഡ് നെർവ്, ഇവ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും തിരികെയും ഇമ്പൾസിനെ വഹിക്കാൻ കഴിയുന്നവയാണ്. ബ്രെയിനും സ്പൈനൽ കോഡും കേന്ദ്ര നാഡികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഇവയിൽ നിന്നും പുറപ്പെടുന്ന നാഡികളുടെ ചിത്രം നോക്കുക. 12 ജോഡി ശിരോനാഡികൾ അഥവാ ക്രാനിയൽ നെർവ്സ് തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്നു. 31 ജോഡി സുഷുമ്ന നാഡികൾ അഥവാ സ്പൈനൽ നെർവ്സ് സ്പൈനൽ കോഡിൽ നിന്നും പുറപ്പെടുന്നു. ഇതിൽ മസ്തിഷ്കവും സുഷുമ്നയും കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞതുപോലെ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ നാഡികളും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ആ പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ചിലത്, പെരിഫറൽ നാഡികളിൽ ചിലത് ഓട്ടോണമസ് നെർവ്സായി സ്വതന്ത്രമായും പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട്. നോക്കുക, ക്രാനിയൽ നെർവ്സ്, സ്പൈനൽ നെർവ്സ്, സ്പൈനൽ നെർവ്സിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ഒന്ന് കണ്ടോളൂ. നമ്മുടെ കേന്ദ്രനാഡികളായ തലച്ചോറും സുഷുമ്നയും എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം, ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്, തലയോടിൻ്റെ ഉള്ളിലാണ്, അതായത് കപാലം സ്കള്ളിൻ്റെ ഉള്ളിലാണ് ഈ തലച്ചോറ് കാണുന്നത്. ഇവിടെ സ്പൈൻ, നട്ടെല്ല്, അതിൻ്റെ ഉള്ളിലാണ്, ആ ബാക്ക് ബോണിൻ്റെ ഉള്ളിലാണ് സുഷുമ്ന കാണുന്നത്. ഈ ചിത്രത്തിൽ ഒരു തലയോട് കാണിച്ചിരിക്കുന്നു. തലയോടിൻ്റെ അടിയിൽ നിങ്ങൾക്കറിയാം ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ് എന്ന് എഴുതിയിട്ടുണ്ട്. 3 സ്ഥരപാളികളായ മെനിഞ്ചസ് എന്ന സ്ഥരം, അതിനകത്ത് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്നിവയും തലച്ചോറിനെയും സുഷുമ്നയെയും സംരക്ഷിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ
Brain is seen inside the hard skull and spinal cord is seen inside the spine or backbone. Both are covered by a three-layered membrane called meninges. രക്തത്തിൽ നിന്നും ഊറിയുണ്ടാകുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം പിന്നീട് രക്തത്തിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതുണ്ടാവുന്നത് മെനിഞ്ചസിൻ്റെ ഉൾപ്പാളികൾക്കിടയിലാണ്. മെനിഞ്ചസിന് നമ്മുടെ പുസ്തകത്തിൽ ഇല്ലെങ്കിലും ഡുറാമേറ്റർ എന്ന അല്പം കട്ടിയുള്ളൊരു ബാഹ്യപാളിയും അരാക്കിനോയിഡ് എന്ന മധ്യപാളിയും പയാമാറ്റർ എന്ന ഉൾപ്പാളിയുണ്ട്. ഇതിൽ അവസാനത്തെ രണ്ട് പാളികളിലായി ആന്തരപാളികൾക്കകത്തായി ഊറിയുണ്ടാകുന്ന ഫ്ലൂയിഡാണ്, പോഷണദ്രവം കൂടിയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. രക്തത്തിൽ നിന്നും ഊറിയുണ്ടാകുന്ന സെറിബ്രോ സ്പൈനൽ ദ്രവം പോഷകദ്രവമാണ്. ഇത് മെനിഞ്ചസിന്റെ ഉൾപ്പാളികൾക്കിടയിലാണ് ഉണ്ടാവുന്നത്. ഈ ചിത്രത്തിൽ 3 പാളികളെ ഇവിടെ കാണാം, പേര് കൊടുത്തിട്ടില്ല. മെനിഞ്ചസിന് ഡുറാമേറ്റർ എന്ന് പറയുന്ന ഒരു ബാഹ്യ പാളി, കുറച്ച് കട്ടിയുള്ള പാളിയുണ്ട്, ഒരു സ്തരമുണ്ട്. മധ്യപാളിയായിട്ട് അരാക്നോയിഡ് മാറ്റർ ഉണ്ട്. ഏറ്റവും ഉൾപ്പാളിയായിട്ട് പയാമാറ്റർ ഉണ്ട്. ഇതിൽ ആന്തരപാളികൾക്കിടയിൽ, മധ്യപാളിക്കും ആന്തരപാളികൾക്കും ഇടയിലാണ് രക്തത്തിൽ നിന്ന് ഊറി ഇറങ്ങുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം സ്ഥിതി ചെയ്യുന്നത്. തലച്ചോറിലെ വെൻട്രിക്കിളുകൾ എന്ന അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാൽ എന്ന ഭാഗത്തും ഈ ദ്രാവകം കാണപ്പെടുന്നുണ്ട്. നമ്മുടെ തലച്ചോറ് വളരെ വിശിഷ്ടമായ ഒരു ഭാഗമാണല്ലോ. അതിന് തലയോടെന്ന് പറയുന്ന കവചമുണ്ടെങ്കിലും സ്കള്ളുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കണമെന്ന് പറയാറില്ലേ? അതെന്തിനാണെന്ന് നമുക്കറിയാം. നമുക്ക് നമ്മുടെ തലച്ചോറ് ഒരു ചെറിയൊരു ഡിസെക്ഷനിലൂടെ, പോത്തിൻ്റെ തലച്ചോറ് ഉപയോഗിച്ചുള്ള ഡിസെക്ഷനിലൂടെ ഞാൻ ഒന്ന് കാണിക്കാൻ ശ്രമിക്കാം. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന പോഷകദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഫംഗ്ഷനുകൾ എന്ന് നോക്കാം. അവ നാഡീകേന്ദ്രങ്ങളിലെ ടിഷ്യൂവിന് വേണ്ട ഓക്സിജനും പോഷകങ്ങളും സപ്ലൈ ചെയ്യുന്നു. തലച്ചോറിലെ പ്രഷർ ക്രമീകരിക്കുന്നുണ്ട്, CSF. അതുപോലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആഘാതങ്ങളിൽ നിന്നൊക്കെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുമുണ്ട്. ഇനി തലച്ചോറിൻ്റെ ഘടന, ആന്തരഘടന കാണിക്കുന്ന ഒരു ഡിസെക്ഷനിലേക്ക് പോവുകയാണ് ഈ വീഡിയോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു തലച്ചോറാണ്. പക്ഷേ ഇത് മനുഷ്യൻ്റെ തലച്ചോറല്ല, പോത്തിൻ്റെ തലച്ചോറാണ്. ഈ തലച്ചോറിൻ്റെ ഡിസെക്ഷൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സെറിബ്രം എന്ന് പറയുന്ന ഭാഗമാണ്. 2 അർദ്ധഗോളങ്ങളായിട്ടാണ് കാണുന്നത്. ഇതാണ് സെറിബെല്ലം. തൊട്ട് പിറകിലായിട്ട് ചാലുകളൊക്കെയുള്ള 2 ദളങ്ങളോട് കൂടിയ ഭാഗമാണിത്. ഇതിൻ്റെ അടിയിൽ കീഴറ്റത്ത് തൂങ്ങിക്കാണുന്നതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് സുഷുമ്ന വരുന്നത്. 2 അർദ്ധഭാഗങ്ങൾ ഉള്ള സെറിബ്രമാണ് ഏറ്റവും വലിയ ഭാഗം. ഇതിന് പുറമെ മെനിഞ്ചസ് കൊണ്ടുള്ളൊരു ആവരണം നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ കാണുന്നുണ്ട്. അതിൽ മെനിഞ്ചസ് ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മെനിഞ്ചസിൻ്റെ എല്ലാ 3 പാളിയും ഈ ഭാഗത്ത് നിന്ന് ഒഴിവാക്കിയാണ് ഇപ്പോൾ ഈ തലച്ചോറ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് പരിശോധിക്കാം. അടിഭാഗത്ത് യുടെ തുടക്കമായ ഈ ഭാഗം കാണുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ സംരക്ഷണം ക്രാനിയത്തിലാണ്. പക്ഷേ ഇത് പോത്തിൻ്റെ തലച്ചോറാണ് എൻ്റെ കയ്യിലുള്ളെങ്കിലും മനുഷ്യനിൽ ഇതുപോലെ തന്നെയാണ്. ഏതാണ്ട് കഴുത്തിൻ്റെ തുടക്കം വരെ മാത്രമേ, അറ്റ്ലസ് എന്ന് പറയുന്ന വെർട്ടിബ്രം വരെ മാത്രമേ നമ്മുടെ തലച്ചോറുള്ളൂ. ഇതാ നോക്കുക, അറ്റ്ലസ് വെർട്ടിബ്ര വരെയുള്ള ഭാഗമാണ് തലച്ചോറിൻ്റെ, അതായത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആയിട്ട് കാണുന്നത്. ബാക്കിയുള്ള ഭാഗം നമുക്ക് സുഷുമ്നയായിട്ടാണ് പറയാറുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗത്തുകൂടെ ബ്രെയിൻ സ്റ്റെം കയറുന്ന ഭാഗമാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഈ 2 ചാലുകൾക്കിടയിലൂടെ നമുക്കൊന്ന് കീറി നോക്കാം. ഇപ്പോൾ കീറുമ്പോൾ നിങ്ങൾ കാണാൻ കഴിയും കട്ടിയുള്ള ഒരു ഭാഗമായിട്ടാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ഇതാണ് കോർപ്പസ് കലോസം.
ഈ കോർപ്പസ് കലോസം രണ്ട് അർദ്ധഗോളങ്ങളെ യോജിപ്പിക്കുന്നു. നിങ്ങൾക്ക് കാണാം ഉൾഭാഗം വൈറ്റ് മാറ്ററാണ്. നമ്മൾ സെറിബെല്ലം രണ്ട് ദളങ്ങളായിട്ട് കാണുന്ന ഈ സെറിബെല്ലത്തിലും ഉൾഭാഗം വൈറ്റ് കാണുന്നുണ്ട്. ആ ചാലുകൾ പോലെയുള്ള ഭാഗം ഗ്രോസ് ശരിയായി ക്ലോസപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിതൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ സെറിബ്രം എന്ന് പറയുന്ന ഒരു അർദ്ധഗോളത്തിൻ്റെ പകുതിയിൽ തലാമസിന് മീതെയുള്ള പ്രത്യേകമുള്ള ഭാഗത്ത് ഞാനിപ്പോൾ കൈ വെക്കുന്ന ഈ ഭാഗമാണ് സെറിബ്രൽ വെൻട്രിക്കിൾ. അവിടെ CSF നിറഞ്ഞു നിൽക്കാറുണ്ട്. നമ്മുടെ കോർപ്പസ് കലോസത്തിൻ്റെ ഒരു ഉള്ളിലായിട്ടുള്ളൊരു ഭാഗം പോലെയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇപ്പോൾ തലച്ചോറിൻ്റെ 5 ഫങ്ഷണൽ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവയുടെ സംരക്ഷണം പോലെ സെറിബ്രമാണ് ഏറ്റവും ലാർജസ്റ്റ്. 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട്, 2 അർദ്ധഗോളങ്ങളായിട്ടത് കാണുന്നു. ധാരാളം ഫിഷേഴ്സ്, ഫോൾഡ്സ്, മടക്കുകളും ചുളികളും ഉണ്ട്. പുറം ഭാഗത്ത് ഗ്രേ മാറ്ററും ഉൾഭാഗത്ത് വൈറ്റ് മാറ്ററുമാണ് ഉള്ളത്. രണ്ടാമത്തെ വലിയ ഭാഗം സെറിബ്രത്തിന് തൊട്ടു പിറകിൽ അടിയിലായി 2 ദളങ്ങളോടുകൂടിയ 2 ഫ്ലാപ്സോട് കൂടിയ സെറിബെല്ലമാണ്. ഈ സെറിബെല്ലത്തിലും ഫിഷേഴ്സും ചുളിവുകളും ചാലുകളും ഉണ്ട്. മൂന്നാമത്തെ ഭാഗം ഇതിൻ്റെ ഏറ്റവും അടിയിലായി കാണുന്ന പോൺസിനോട് ചേർന്ന പോൺസ് ഉൾപ്പെടെയുള്ള താഴോട്ട് വരുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ ഇവിടെ തുടർച്ചയായിട്ടാണ് നട്ടെല്ലിലൂടെ സുഷുമ്ന പോകുന്നത്. അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ദണ്ഡാകൃതിയിലാണ് അതുള്ളത്. ബ്രെയിനിൻ്റെ ഉള്ളിലായി കാണുന്ന തലാമസും ഹൈപ്പോതലാമസും നമ്മൾ നേരത്തെ കണ്ടതുപോലെ സെറിബ്രത്തിൻ്റെ അർദ്ധഗോളങ്ങളുടെ ഇരിപ്പിടം എന്ന് പറയാവുന്ന ഭാഗമാണ് തലാമസ്. ഈ ചിത്രത്തിൽ ഇത് എത്രത്തോളം വ്യക്തമാവും എന്നറിയില്ല. തലാമസിൻ്റെ തൊട്ടു താഴെയുള്ള പ്രധാനപ്പെട്ട നാഡീഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൽ നിന്നും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് നമുക്ക് 3-ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. നമുക്ക് ഓരോ ഭാഗത്തിൻ്റെയും പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. സെറിബ്രം, സെൻറ്റർ ഓഫ് തോട്ട്, ഇമാജിനേഷൻ, ഇൻ്റലിജൻസ്, മെമ്മറി, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. ഇവോക്ക് സെൻസേഷൻസ്, നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. കാഴ്ച, രുചി, മണം മുതലായ ഇന്ദ്രിയാനുഭവങ്ങൾ, സെൻസസ് ഇവോക്സ് ചെയ്യുന്നത് സെറിബ്രമാണ്. അതുപോലെ സെറിബ്രം കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. സെറിബെല്ലമാവട്ടെ പേശി പ്രവർത്തനം ഏകോപിപ്പിച്ച് ശരീരത്തുല്യനില പാലിക്കുകയാണ് ചെയ്യുന്നത്. കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റീസ് ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. മെഡുല്ല ഒബ്ലോങ്കേറ്റ ഇൻവോളണ്ടറി ആക്ഷൻസ്, ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് പോലുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ അനൈച്ഛിക പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് നേരിയൊരു ക്ഷതം ഏറ്റാൽ പോലും ഈ പ്രവർത്തനങ്ങൾ നിലച്ച് പെട്ടെന്നുള്ള മരണത്തിന് ഇടയാറുണ്ട്. തലാമസ് ആവട്ടെ സെറിബ്രത്തിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ആവയവങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്, എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്. അതുപോലെ ഇത് സെറിബ്രത്തിലേക്ക് വരുന്ന പ്രാധാന്യം കുറഞ്ഞ ചില ആവയവങ്ങളെ തടയുകയും ചെയ്യുന്നു. അനലൈസസ്, ഇമ്പൾസസ്. അനലൈസ് ചെയ്ത ശേഷമാണ് ഇങ്ങനെ തടയുന്നത്. ഹൈപ്പോതലാമസ് ആണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുള്ള മേജർ റോൾ, ആന്തരസമസ്ഥിതി പാലിക്കുന്നതിനുള്ള പ്രധാന പങ്ക് വഹിക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് തലച്ചോറിലെ 5 ഭാഗങ്ങളും അവയുടെ ധർമ്മവുമാണ്, മറ്റ് പ്രത്യേകതകളുമാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ തന്നെ ഉൾപ്പെട്ട സുഷുമ്നയുടെ ഘടന ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നട്ടെല്ലിനുള്ളിൽ, സ്പൈനിനുള്ളിൽ ആണ് സുഷുമ്ന. മെനിഞ്ചസ് എന്ന 3 സ്തരപാളിയോടുകൂടി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നോക്കുക, നട്ടെല്ലിലെ കശേരു, വെർട്ടിബ്ര, അതിൽ ഒരു ഭാഗം സുഷുമ്ന കാണാം ഇവിടെ. ഈ സുഷുമ്നയിൽ നിന്നും 31 ജോഡി സ്പൈനൽ നെർവ്സ് പുറപ്പെടുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സുഷുമ്ന നാഡികളും മിക്സഡ് നെർവുകളാണെന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
നമ്മുടെ ഈ സ്പൈനൽ കോഡിന് ബാഹ്യഭാഗം വൈറ്റ് മാറ്ററും ആന്തരഭാഗം ഗ്രേ മാറ്ററും ആണ്. ഈ ചിത്രം കൂടി നോക്കുക. ഗ്രേ മാറ്റർ, ആ ഗ്രേ മാറ്ററിന്റെ ഭാഗത്തു നിന്നുമാണ് നാഡികൾ, സുഷുമ്ന നാഡികൾ, സ്പൈനൽ നെർവ്സ് പുറപ്പെട്ടിരിക്കുന്നത്. സംവേദനാഡി പുറപ്പെടുന്ന മുതുകുവശം അഥവാ സെൻസറി ന്യൂറോൺസ് അടങ്ങിയ സെൻസറി നെർവ് പുറപ്പെടുന്ന മുതുകുവശം ഡോർസൽ റൂട്ട് എന്നും, പ്രേരകനാഡികൾ പുറപ്പെടുന്ന അഥവാ മോട്ടോർ നെർവ്സ് പുറപ്പെടുന്ന ഉൾഭാഗം വെൻട്രൽ റൂട്ട് എന്നുമാണ് പറയുന്നത്. നമ്മുടെ പുസ്തകത്തിലെ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ സംവേദ നാഡി പുറപ്പെടുന്ന ഡോർസൽ റൂട്ടും പ്രേരകനാഡി പുറപ്പെടുന്ന വെൻട്രൽ റൂട്ടും വ്യക്തമായി കാണാം. സുഷുമ്നയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് തന്നെയായി സെൻട്രൽ കനാൽ എന്ന സുഷിരത്തിൽ സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞു നിൽക്കുന്നു. ഇനി എന്താണ് സുഷുമ്നയുടെ ധർമ്മം? നമുക്കൊന്ന് നോക്കാം. വിവിധ ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്കും പുറത്തേക്കും ആവയങ്ങൾ പ്രസരണം ചെയ്യിപ്പിക്കുന്നത് സ്പൈനൽ കോഡാണ്. കൂടാതെ നടത്തം, ഓട്ടം തുടങ്ങിയ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനങ്ങളെ ഏകോപിപ്പിച്ച് നടത്തുന്നതും സ്പൈനൽ കോഡാണ്. കോർഡിനേറ്റ്സ് റാപ്പിഡ് ആൻഡ് റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ഡ്യൂറിംഗ് വാക്കിംഗ്, റണ്ണിംഗ് എക്സെട്ര. കൂടാതെ തലച്ചോറും സുഷുമ്നയും ചില റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നുമുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം ചർച്ച. ഇനി നമുക്ക് ചില മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ പട്ടികയിൽ വിട്ടുപോയവ കണ്ടെത്തി പൂർത്തിയാക്കണം. സംവേദനാഡി സെൻസറി നെർവ് എന്താണ് എന്നിവിടെ നോക്കണം. അടുത്ത ഭാഗം കൂടി നോക്കാം. പ്രേരകനാഡി മോട്ടോർ നെർവ്, അത് ആവയങ്ങളെ കേന്ദ്രനാഡികളിൽ നിന്നും വഹിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്, ധർമ്മമാണ്, ഫംഗ്ഷനാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ഇവിടെ സംവേദനാഡി പ്രേരകനാഡി കഴിഞ്ഞ് ഡാഷ് ഇട്ടിരിക്കുന്നു, പക്ഷെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെർവാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ പൂരിപ്പിക്കുമല്ലോ. രണ്ടാമത്തെ ചോദ്യം, ഡ്രോ എ നീറ്റ് ഡയഗ്രാം ഓഫ് ബ്രെയിൻ. തലച്ചോറിന്റെ ചിത്രം വരച്ച് ചില താഴെ പറയുന്ന ഭാഗങ്ങളുടെ പേരെഴുതി അതിൽ കൃത്യമായി അടയാളപ്പെടുത്തണം. എന്തൊക്കെയാണ് ആ ഭാഗങ്ങൾ? സെന്റർ ഓഫ് ഇന്റലിജൻസ്, ബുദ്ധിയുടെ കേന്ദ്രം, അത് അടയാളപ്പെടുത്തുക. സെന്റർ ഓഫ് ഹോമിയോസ്റ്റാസിസ്, ആന്തര സമസ്ഥിതി പാലന കേന്ദ്രം അടയാളപ്പെടുത്തുക. സെന്റർ ഓഫ് മസ്കുലർ കോർഡിനേഷൻ, പേശി പ്രവർത്തനങ്ങളുടെ ഏകോപന കേന്ദ്രം അടയാളപ്പെടുത്തുക. നന്നായി വരക്കണേ. അവസാനമായി ഒരു ചോദ്യം കൂടി. നിങ്ങൾ ഈ ചിത്രം നിരീക്ഷിക്കൂ. ABC എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. ഇനി ചോദ്യങ്ങൾ. A. ഐഡന്റിഫൈ ആൻഡ് നെയിം ദ ഫിഗർ. ചിത്രം തിരിച്ചറിഞ്ഞ് പേര് നൽകുക. B. നെയിം ദ ഫ്ലൂയിഡ് ഫിൽ ഇൻ A. A എന്ന് ലേബൽ ചെയ്ത ഭാഗത്ത് നിറഞ്ഞു ഇരിക്കുന്ന ദ്രവം ഏതാണ്? മറ്റൊരു ചോദ്യം. C. സിയും ഡിയും ലേബൽ ചെയ്ത് സിയും ഡിയും തമ്മിൽ ഫംഗ്ഷനിലുള്ള വ്യത്യാസം എന്താണ്? ധർമ്മത്തിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം അവസാനിക്കുകയാണ്. അടുത്തൊരു പാർട്ടോടുകൂടി ഈ അധ്യായം പൂർണ്ണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇതിന്റെ കൂടെ നോട്ട്സ് ഉണ്ട്, മറ്റു വിഭവങ്ങളുണ്ട്. ഓടക്കൽ ബ്ലോഗിലും മറ്റും അത് ലഭ്യമാണ്. കൂടാതെ റഷീദ് ഓടക്കൽ എന്ന യൂട്യൂബ് ചാനലിലും ഈ വീഡിയോകൾ എല്ലാം കിട്ടും. അപ്പോൾ വിടാം. നന്ദി.